ഷാനിമോൾ ഉസ്മാനുമായി പീപ്പിൾ TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ നടത്തിയ പ്രത്യേക അഭിമുഖ പരിപാടി അന്യോന്യം കാണാം. നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് പ്രമുഖ കോൺഗ്രസ് നേതാവ് ശ്രീമതി ഷാനിമോൾ ഉസ്മാനാണ്. നമസ്കാരം. നമസ്കാരം. ഷാനിമോള് KPCCയിൽ നിന്ന് താക്കീത് വാങ്ങുന്നു, അന്വേഷണത്തിന് വിധേയയാവുന്നു, മദ്യലോബിയുടെ കൂടെ നിൽക്കുന്നു എന്ന ആരോപണം കേൾക്കുന്നു. ഷാനിമോൾ ഉസ്മാൻ എന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസിനുള്ളിലെ വിമതയും അതുപോലെ തന്നെ വിധ്വംസകയും ഒക്കെയായി മാറുകയാണോ? അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും യോജിക്കുന്ന ഒരാളല്ല ഞാനെന്ന് തന്നെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. താങ്കൾ പറഞ്ഞ ആദ്യത്തെ രണ്ട് കാര്യങ്ങളെ ഞാൻ രണ്ട് കൈയിൽ നീട്ടി സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിക്കകത്ത് താക്കീത് നൽകിയത്, സംഘടനയ്ക്ക് അകത്ത് ഒരുപാട് മര്യാദകൾ അത് പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്, എനിക്കുമുണ്ട്. അതോടൊപ്പം തന്നെ അച്ചടക്ക അന്വേഷണ സമിതി വരുന്നു എന്നൊക്കെ പറഞ്ഞത് അതിനൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാർട്ടി അച്ചടക്കത്തിന്റെ ഭാഗമാണ്. പാർട്ടി അച്ചടക്കത്തിന് ഒരു പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ പാർട്ടിയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതിന് ഞാൻ പൂർണ്ണമായും ഞാനത് ഉൾക്കൊള്ളുന്നു. പക്ഷേ മൂന്നാമത് വിധ്വംസകയാണോ വിമതയാണോ അത്തരം ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ എനിക്ക് എന്നെപ്പോലെ ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ആവാനും കഴിയില്ല. പിന്നെ മദ്യലോബിയുമായി ബന്ധപ്പെട്ട് അതെന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ദുഃഖിതയാണ് അതിൽ. കാരണം എൻ്റെ ഒരു ജീവിത രീതിയും എൻ്റെ സുതാര്യമായിട്ടുള്ള പൊതുപ്രവർത്തന ജീവിതവുമൊക്കെ അറിയുന്നവർക്ക് അതേ സംബന്ധിച്ച് ഒരുപാട് ആശങ്ക ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ എൻ്റെ ഒരു വിശ്വാസ പ്രമാണങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രയോഗം ദൗർഭാഗ്യവശാൽ ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ഭാഗത്തുനിന്ന് വന്നുപോയി എന്നുള്ളതിൽ ഞാൻ വലിയ ഖിന്നഹൃദയമാണ്. KPCC പ്രസിഡന്റ് ഇപ്പോൾ മദ്യലോബിക്കെതിരെ ഒരു സമരം നടത്തുന്നു എന്ന പ്രതീതിയാണ് സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹം വളരെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കുന്ന ആളാണ്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ബഹുമാന്യനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്ന സ്ത്രീയായ ഒരു നേതാവിനെതിരെ ഇത്തരം ഒരു പരാമർശം, മദ്യലോബിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന തരത്തിലുള്ള പരാമർശം വന്നതിനെ ഇങ്ങനെ മാത്രം പറഞ്ഞ് നിർത്തി എഴുതി തള്ളി പോകാവുന്നതാണോ? അല്ല, ഇത് എഴുതി തള്ളുന്ന പ്രശ്നമല്ല. അത് തീർത്തും എൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യമോ എൻ്റെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമോ അല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവന അത് എൻ്റെ കുടുംബത്തെ, എൻ്റെ വ്യക്തി ജീവിതത്തെ, എൻ്റെ സാമൂഹികമായിട്ടുള്ള എൻ്റെ ഒരു ജീവിതത്തെ, എൻ്റെ പൊതുജീവിതത്തെ ഒക്കെ ബാധിക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വിഷയത്തിലും പൊതുജന മധ്യത്തിൽ അഭിപ്രായം പറയരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി വെച്ച് പുലർത്തുന്ന ഒരാളാണ്. പക്ഷേ ഈ വിഷയത്തിൽ എന്നെ ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ഇടങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് ഒന്നുകിൽ അദ്ദേഹത്തെ പോലെ ഇത്രയും പക്വമതിയായിട്ടുള്ള ഇത്രയേറെ അനുഭവ പരിചയമുള്ള ഒരു ഉന്നതനായ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് തിരുത്തുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. ഇനി എങ്കിൽ തെളിവുകൾ സഹിതം ജനമധ്യത്തിൽ അത് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം, അതിൻ്റെ ഒരു ബർഡൻ ഓഫ് പ്രൂഫ് ഇറ്റ് ഗോസ് ടു മിസ്റ്റർ VM സുധീരൻ. അദ്ദേഹം ഇത് തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിന് ഇത് തെളിയിക്കാതെ ഈ വിഷയത്തിൽ ഞാൻ ഒരു ഇഞ്ച് അദ്ദേഹത്തെ മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല. ഷാനിമോൾ ഇപ്പോൾ പറഞ്ഞത് KPCC പ്രസിഡന്റിനെതിരായ ഒരു വെല്ലുവിളിയായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇത് പാർട്ടിക്കുള്ളിലല്ലേ പറയേണ്ടത്? ഇതുപോലൊരു മാധ്യമ അഭിമുഖത്തിൽ പറയുന്നത് ഒരു അച്ചടക്ക ലംഘനമായി, മറ്റൊരു അച്ചടക്ക ലംഘനമായി പരിഗണിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഇല്ലേ? അല്ല, അതിനെ സംബന്ധിച്ച് ഇത് KPCC പ്രസിഡന്റ് എൻ്റെ പൊതുജീവിതത്തെയും എൻ്റെ വ്യക്തി ജീവിതത്തെയും എൻ്റെ വിശ്വാസ പ്രമാണങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്ത് എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ രക്ഷിതാക്കൾ, എൻ്റെ കുടുംബം എല്ലാവരെയും ബാധിക്കുന്ന തരത്തിൽ നടത്തിയിട്ടുള്ള ഈ പരാമർശം, അതിൻ്റെ പരസ്യ പരാമർശം, അദ്ദേഹത്തിന് ഒരു പക്ഷേ അദ്ദേഹം KPCC എക്സിക്യൂട്ടീവിൽ ഈ പരാമർശം നടത്തിയിരുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ശബ്ദിക്കില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. KPCC എക്സിക്യൂട്ടീവിനുള്ളിലാണ്
പ്രസിഡന്റ് ഈ പരാമർശം നടത്തിയതെങ്കിൽ അതിനെതിരെ പരസ്യമായി സംസാരിക്കില്ലായിരുന്നു. KPCC എക്സിക്യൂട്ടീവിനകത്താണ് അദ്ദേഹം മദ്യലോബിയുമായി ഇത്തരം ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പോലും ഇത് പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒരു പാർട്ടി അച്ചടക്കം കാണിക്കുമായിരുന്നു. പാർട്ടി അച്ചടക്കം കാണിക്കുന്നത് മാത്രമല്ല, പാർട്ടി അച്ചടക്കം ഞാൻ കാണിച്ചിരിക്കും. അതോടൊപ്പം എനിക്കുണ്ടാകുന്ന ഈ വലിയ അപകടം അതിന് വലിയ ദൂരവ്യാപകമായിട്ടുള്ള വലിയ പ്രത്യാഘാതമുള്ള ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിൽ നിന്നൊരിക്കലും വളരെ ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുന്ന അദ്ദേഹം പെട്ടെന്ന് ഒരു വികാരത്തിന് അടിമയായി ഒന്നും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വാചകം പറഞ്ഞു എന്നുള്ളത് അതിൻ്റെ വളരെ വലുതാണ്. അത്രമാത്രം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന പരാമർശം എന്ന് ഷാനിമോൾ വീണ്ടും 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 പറയുന്നുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടായോ? മദ്യലോബി പരാമർശത്തിന് ശേഷം ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തിരുന്നു? അല്ല, അത്തരം വിശദാംശങ്ങൾ ഞാൻ ഒരു മാധ്യമത്തിന് മുന്നാലെ ഇപ്പൊ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിത് പറയുന്നത് അദ്ദേഹത്തിന് അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോപണത്തെ ഞാൻ സ്വീകരിച്ചു. ഞാൻ ഒരുപക്ഷെ പാർട്ടിയിൽ പദവിയിൽ ഒക്കെ വളരെ ചെറിയ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വളരെ ചെറുതായിരിക്കാം. അദ്ദേഹം ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഉന്നത ശ്രേണിയിലുള്ള ഒരു നേതാവാണ്. പക്ഷേ ആത്മാഭിമാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെതും എൻ്റേതും ആർക്കും പരസ്പരം തുലനം ചെയ്യാൻ കഴിയുന്നതല്ല. നമ്മൾ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവർക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയ പൊതുരംഗത്തുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവർക്കും ശ്രോതാക്കളും എല്ലാവർക്കും പ്രേക്ഷകരും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും എൻ്റേതായിട്ടുള്ള പ്രേക്ഷകർ, എൻ്റേതായിട്ടുള്ള ശ്രോതാക്കൾ, ഞാനത് രാഷ്ട്രീയത്തിൻ്റെ ആംഗിളിലല്ല അത് പറയുന്നത്. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ആളുകളുടെ ഇടയിൽ എന്നെ അപകീർത്തിപ്പെടുത്താൻ, എനിക്ക് അവമതിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ആ പരാമർശം ഒന്നുകിൽ അദ്ദേഹം തിരുത്താൻ തയ്യാറാവണം, അതല്ലെങ്കിൽ വ്യക്തമായ തെളിവുകൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അത് വിശദീകരിക്കാൻ തയ്യാറാവണം. അദ്ദേഹം ഇതിന് തയ്യാറാവുന്നില്ലെങ്കിൽ, ഇതിന് രണ്ടിനും തയ്യാറാവുന്നില്ലെങ്കിൽ, ഇതിനെക്കുറിച്ച് ഇനി പരസ്യമായി സംസാരിക്കാൻ തയ്യാറാവുന്നില്ല, തെളിവ് തരാൻ തയ്യാറാകുന്നില്ല, കൂടുതൽ വിശദീകരിക്കാനും തയ്യാറാവുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാന്റെ അനന്തര നടപടി എന്തായിരിക്കും? അല്ല, അതിപ്പോൾ ഞാൻ ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയാണ്. കാരണം ശ്രീ VM സുധീരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ അനുകരിക്കാൻ പല ഘട്ടങ്ങളിലും ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം സ്വാഭാവികമാണത്. കാരണം നമുക്ക് താല്പര്യമുള്ള നിലപാടുകൾ എടുക്കുന്ന നേതാക്കന്മാരെ നമ്മൾ സ്വാഭാവികമായും അവരുടെ ശ്രദ്ധേയമായിട്ടുള്ള പല നടപടികളും തീരുമാനങ്ങളുമൊക്കെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും രാഷ്ട്രീയ നിലപാടുകളിലും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എനിക്കും അതിൻ്റെ ഒരു വാങ്ങൽ എനിക്കും ഉണ്ട് എന്ന് പലപ്പോഴും എന്നോട് പലരും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ ഇത്രയും ഉന്നതനായ ഒരു നേതാവ് അതിൻ്റെ ഒരു തിരുത്തൽ പൊതുജന മധ്യത്തിൽ നടത്താൻ ബാധ്യസ്ഥനാണെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകും. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കും. ഞാൻ അത് ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. പിന്നെയുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇത് ചില വിവാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം സുധീരനിൽ നിന്ന് ഉണ്ടായത്. താങ്കൾ എഴുതി കൊടുത്ത കത്തിലോ അല്ലെങ്കിൽ KPCC യോഗത്തിൽ സംസാരിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളിലോ ഇപ്പോഴത്തെ വിവാദവുമായി ബന്ധപ്പെട്ട് അതിലാരെങ്കിലും എടുത്ത നിലപാടുകൾക്കെതിരെ, പ്രത്യേകിച്ച് സുധീരനെടുത്ത നിലപാടിനെതിരെ എന്തെങ്കിലും പരാമർശമുള്ളതായി ഞങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ല. മദ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടില്ലാതിരിക്കെ മദ്യലോബിക്കാരി എന്ന് വിളിച്ചത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും അവമതിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയും തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഞാൻ ആരുടെയെങ്കിലുമൊക്കെ കരുവാകുമെന്നോ ആരുടെയെങ്കിലുമൊക്കെ കളിപ്പാവയാകുമെന്നോ എന്ന നിലയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം എന്നെ ഏറ്റവും നന്നായി അറിയാവുന്ന രാഷ്ട്രീയ നേതാവാണ് ശ്രീ VM സുധീരൻ. ഞാൻ ഒരു തടവറയിലുമല്ല, ഒരു ക്യാബിനകത്തുമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ആരുടെയും ഒരു ആയുധമായി എന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരാൾക്കും ഒരു ലോബിക്കും ഒരു നേതാവിനും ബന്ധമുള്ള കാര്യമല്ല. ആ പരാമർശം തെറ്റാണ് എന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ ആ പരാമർശം ഉന്നയിക്കപ്പെട്ടത് അനവസരത്തിലും ദുരുദ്ദേശങ്ങളോടെയും ആണ് എന്ന് ആരോപണമുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അനവസരത്തിലൊന്നുമല്ല, അവസരത്തിൽ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു പരാമർശമാണത്. ദുരുപദിഷ്ടമാണോ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബത്തെയും എന്നെയും എനിക്ക് ഏറ്റവും എല്ലാവരും അൾട്ടിമേറ്റ് ആയിട്ട് എൻ്റെ കുടുംബമാണ് എനിക്ക് വലുത്. എൻ്റെ കുടുംബത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാതെ കുടുംബവും രാഷ്ട്രീയ ജീവിതവും വളരെ വളരെ ഒപ്പം കൊണ്ടുപോകുന്ന ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് എൻ്റെ കുടുംബത്തിലുണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതം, അതുകൊണ്ട് അതിൻ്റെ ദുരുദ്ദേശപരം നിന്ന് മാത്രമല്ല അതെന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണ്. ഷാനിമോൾ ഉന്നയിക്കുന്ന പരാതി KPCC പ്രസിഡന്റ് എന്ന വലിയ അധികാര പദവി കൈയാളുന്ന ഒരാൾക്കെതിരെയാണ്. ഷാനിമോൾക്ക്
ഹൈക്കമാൻഡിൽ വളരെ അടുത്ത ബന്ധം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു നേതാവാണ്. സമാന്തരമായി ഹൈക്കമാൻഡിന് ഈ പരാതി KPCC പ്രസിഡന്റിനെതിരെ ആയതുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് VM സുധീരനിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. അദ്ദേഹം അത് തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പരാമർശം കൊണ്ട് I have no case to register against anybody. ഇത് എന്നെ ബാധിച്ചതാണ് ഈ പ്രശ്നം. ഇതെന്നെ ആരെങ്കിലും ഫോണിൽ വിളിച്ച് സാരയില്ല പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചാലോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞാൽ എനിക്ക് പിന്മാറാൻ കഴിയില്ല. ഇത് ജനമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് ജനമധ്യത്തിൽ അതിന് പരിഹാരം ഉണ്ടാവും.